ഹായ് മക്കൾസ്, വെൽക്കം ബാക്ക് ടു എൻ വി ഡി ക്ലാസ്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചാർജസിൻ്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഇപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ചാർജുകൾ ഇൻട്രാക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, പോസിറ്റീവ് ചാർജ് എടുത്തു കഴിഞ്ഞാൽ റിപ്പൽ ചെയ്യും, നെഗറ്റീവ് ചാർജ് എടുത്തു കഴിഞ്ഞാൽ റിപ്പൽ ചെയ്യും, അതേപോലെ നെഗറ്റീവ് ചാർജ് എടുത്തു കഴിഞ്ഞാൽ അട്രാക്ട് ചെയ്യും. അപ്പോൾ ആ അട്രാക്ഷനും റിപ്പൾഷനും ഒക്കെ നടക്കണമെങ്കിൽ ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാവും. ആ ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോഴ്സിലൂടെ ആയിരിക്കും. ആ ഫോഴ്സ് എന്താണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ആ ഫോഴ്സ് നമുക്ക് തരുന്ന ലോനെ വിളിക്കുന്ന പേരാണ് കൂളംസ് ലോ. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. എന്താണ് കൂളംസ് ലോ? അപ്പോൾ കൂളംസ് ലോ ശരിക്കും കൂളംസ് ലോ എന്താണ് തരുന്നത് വെച്ചാൽ ഹൗ ചാർജസ് ഇന്ററാക്ട്, എങ്ങനെയാണ് ചാർജസ് ഇന്ററാക്ട് ചെയ്യുക എന്നുള്ളത് നമുക്ക് തരുന്നത് എന്താണ്? കൂളംസ് ലോ ആണ്. ആ ഇന്ററാക്ഷൻ ഒരു ഫോഴ്സിലൂടെ ആയിരിക്കും. അപ്പോൾ കൂളംസ് ലോ പറയുന്നതിന് മുമ്പേ നിങ്ങൾ കഴിഞ്ഞ വർഷം ഗ്രാവിറ്റേഷൻ എന്ന ചാപ്റ്ററിനകത്ത് ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതെന്തായിരുന്നു? അപ്പോൾ മാസുള്ള രണ്ട് വസ്തുക്കൾ, M1 മാസുള്ളൊരു വസ്തു, M2 മാസുള്ളൊരു വസ്തു, ഇവയ്ക്കിടയിലുള്ള അകലം 6 ആണെങ്കിൽ ഇവയ്ക്ക് ഇടയിലുണ്ടാവും ഒരു ഫോഴ്സ് ഉണ്ടാവും, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ആ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ F ഈസ് ഈക്വൽ ടു G(M1)(M2) ഡിവൈഡഡ് ബൈ R² ആണ്. M മാസ് ഓഫ് ഈ ബോഡി, M1 ഈ മാസ് ഓഫ് ഈ ബോഡി, M2 മാസ് ഓഫ് ഈ ബോഡി, പിന്നെ R എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ബോഡീസ്. ഇത് നിങ്ങൾക്കറിയാം. ഇതേ ഐഡിയ തന്നെയാണ് ഇവിടെയും പറയുന്നത്. പക്ഷേ ഈ മാസുകൾ മാറ്റിയിട്ട് പകരം അവിടെ ചാർജ് ആയിരിക്കും വെക്കുക. അപ്പോൾ എന്താണ് കൂളംസ് ലോ പറയുന്നത് വെച്ചാൽ, രണ്ട് ചാർജ് ഉണ്ടാവും. Q1 ഒരു ചാർജാണ്, രണ്ട് പോസിറ്റീവ് ആണെന്ന് വിചാരിച്ചു, ഇതൊരു Q2 ഒരു ചാർജാണ്. ഈ രണ്ട് ചാർജുകൾക്കിടയിലുള്ള അകലം 6 ആണെങ്കിൽ ഈ രണ്ട് ചാർജും നമ്മൾ എന്ത് ചെയ്യും? ഇന്ററാക്ട് ചെയ്യും ഒരു ഫോഴ്സിലൂടെ. ആ ഫോഴ്സാണ് നമുക്ക് ആര് തരുന്നത്? കൂളംസ് ലോ. ആ ഫോഴ്സിന് നമ്മൾ പറയുന്ന പേരാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ചാർജുകൾ കാരണം ഉണ്ടാകുന്ന ഫോഴ്സ് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. അപ്പം അങ്ങനെയാണെങ്കിൽ ആ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ പറഞ്ഞ അതേപോലെ തന്നെയാണ്. ഈ മാസുകൾ മാറിയിട്ട് പകരം രണ്ട് ചാർജുകൾ ഉണ്ടാവും. അപ്പോൾ ആ ഫോഴ്സ്, അവിടെ ഉണ്ടാകുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആദ്യം നമുക്ക് പറയാം ഈ രണ്ട് ചാർജുകളുടെ പ്രൊഡക്റ്റുകൾക്ക് പ്രൊപ്പോർഷനാണ്. Q1 Q2, പ്രൊഡക്റ്റ് ഓഫ് ദ ടു ചാർജസ്. പിന്നെ അതേപോലെ തന്നെ ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഈ ഇതിൻ്റെ ഇടയിലുള്ള രണ്ട് ചാർജുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്. അപ്പോൾ നമുക്ക് 1/r², സ്ക്വയർ ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്. സോ നമുക്ക് എഴുതാൻ പറ്റും F ഈസ് പ്രൊപ്പോർഷണൽ ടു Q1 Q2 എന്ന് എഴുതാം, F ഈസ് പ്രൊപ്പോർഷണൽ ടു 1/r² എന്ന് എഴുതാം. ഇതിനെ നമുക്ക് കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് Fe ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ഈസ് പ്രൊപ്പോർഷണൽ ടു Q1 Q2 ഡിവൈഡഡ് ബൈ R². ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? കൂളംസ് ലോ എന്ന് പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രൊഡക്റ്റ് ഓഫ് ദ ചാർജസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? കൂളംസ് ലോ എന്ന് പറയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പ്രൊപ്പോർഷണാലിറ്റി ഒന്ന് ഒഴിവാക്കണം. അവിടെ നമ്മൾ ആദ്യം പഠിച്ചപ്പോൾ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ഉണ്ടായിരുന്നു, അതാണ് നമ്മുടെ G. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കേസിൽ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ഉണ്ടാവണ്ടേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാൻ പറ്റും? ആ കോൺസ്റ്റന്റ് ചേർത്തിട്ട് ഒരു ഈക്വൽ ടു വരും, പ്രൊപ്പോർഷണാലിറ്റി ഒഴിവാക്കുമ്പോൾ എന്ത് വരും? ഈക്വൽ ടു വരും. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും Fe ഈസ് ഈക്വൽ ടു K Q1 Q2 ഡിവൈഡഡ് ബൈ R². ഇതാണ് നമ്മുടെ ഇവിടുത്തെ എന്ത്? കോൺസ്റ്റന്റ്. ഈ കോൺസ്റ്റന്റ് നമ്മൾ K എന്നാണ് വിളിക്കുക. ആ കെയുടെ വാല്യൂ എന്തോന്ന് വെച്ചാൽ K ഈസ് ഈക്വൽ ടു 1/4πε. പുതിയൊരു സാധനമാണ്, ഈ പോലെ ഇരിക്കുന്ന സാധനമാണ്. ഇത് നമ്മൾ പറയുന്ന പേരാണ് എപ്സൈലോൺ. എപ്സൈലോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? പെർമിറ്റിവിറ്റിയാണ്. പെർമിറ്റിവിറ്റി ഇതിനെക്കുറിച്ച് നമ്മൾ പഠിക്കും കുറച്ച് കഴിഞ്ഞിട്ട്. അടുത്ത് വരുന്ന വീഡിയോകളിലൊക്കെ നമ്മൾ പഠിക്കും. പെർമിറ്റിവിറ്റിയാണത്. ഓക്കെ അല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റൻ നമുക്ക് ഒന്നുകൂടെ അപ്ഡേറ്റ് ചെയ്ത് എഴുതാം. പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ രണ്ട് ചാർജ് ഇരിക്കുന്ന മീഡിയം, അതാണ് ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാൻ പറ്റും? Fe ഈസ് ഈക്വൽ ടു 1/4πε Q1 Q2 ഡിവൈഡഡ് ബൈ R² എന്ന് എഴുതാം. ഇതാണ് നമ്മുടെ എന്ത്? കൂളംസ് ലോ. ഇത്രയുള്ള പരിപാടി, കൂളംസ് ലോ. അപ്പോൾ ഡെഫിനിഷനായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ എങ്ങനെ പറയാൻ പറ്റും? ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ ബിറ്റ്വീൻ ടു ചാർജസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു product of the charges and inversely proportional to
സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, കൂളംസ് ലോ എന്ന് പറയുക. അപ്പോൾ നമ്മൾ കെ എന്ന് എഴുതിയ കോൺസ്റ്റന്റ് നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് എന്ത്, 1/4πε. എപ്സിലോൺ എന്ന് പറഞ്ഞാൽ പെർമിറ്റിവിറ്റി ഓഫ് എ മീഡിയം എന്നാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ എന്ത്, കൂളംസ് ലോ. ഇതിന്റെ ഡെഫിനിഷൻ ഞാൻ പറയാം, എന്താണ് എഴുതുന്നതെന്ന് ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിന്റെ ഡെഫിനിഷൻ. The law states that the electrostatic force of attraction or repulsion between two charges is directly proportional to product of the charges and inversely proportional to square of distance between them. അപ്പോൾ എന്താണ് കൂലംസ് ലോ എന്ന് ഡെഫിനിഷൻ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എഴുതേണ്ട സ്റ്റേറ്റ്മെന്റ് ആണത്. എന്ന് വെച്ചാൽ രണ്ട് ചാർജ് എടുക്കുകയാണെങ്കിൽ ആ രണ്ട് ചാർജുകൾക്കിടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ റിപ്പൾഷൻ അത് എന്തിന് പ്രൊപ്പോർഷനാണ്, രണ്ട് ചാർജുകളുടെ പ്രൊഡക്റ്റുകൾക്ക് പ്രൊപ്പോർഷനാണ്. അതുപോലെ തന്നെ അവയ്ക്കിടയിലുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്. അപ്പോൾ മറ്റൊരു കാര്യം ഇവിടെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ രണ്ട് ചാർജ് എടുത്തു, Q1 Q2. അപ്പോൾ ഇവയ്ക്കിടയിൽ ഉണ്ടാകുന്ന ഫോഴ്സ് നമ്മൾ പറഞ്ഞു, അതാണ് കൂളംസ് ലോ തരുന്നത്. പക്ഷെ അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ രണ്ട് ഫോഴ്സ് ഉണ്ട്. ഒന്നാമത്തെ ഫോഴ്സ് എന്താ, ഇപ്പൊ നോക്കൂ, ഈ Q1 എന്ന ചാർജ് രണ്ട് പോസിറ്റീവ് ചാർജാണ്. ഈ Q1 എന്ന ചാർജിന്റെ മുകളിൽ Q2 കാരണം ഉണ്ടാവുന്ന ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇതും പോസിറ്റീവ് ആണ്, ഇതും പോസിറ്റീവ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് ഇങ്ങോട്ടേക്ക് റിപ്പൽ ആവും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ ഫോഴ്സിന് F12 എന്ന് വിളിക്കാം. അപ്പോൾ F12 എന്താണ്, F12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ഓൺ 2 ഡ്യൂ ടു 1. ഒന്നാമത്തെ മുകളിൽ രണ്ടാമത്തെ കാരണം, അല്ലെങ്കിൽ ഫോഴ്സ് ഓൺ 1 ഡ്യൂ ടു 2 അങ്ങനെ എഴുതാം. ഫോഴ്സ് ഓൺ 1 ഡ്യൂ ടു 2. ഒന്നാമത്തെ ചാർജിന്റെ മുകളിൽ രണ്ടാമത്തെ ചാർജ് കാരണം ഉണ്ടാവുന്ന ഫോഴ്സ്. ക്ലിയർ അല്ലേ? അതേപോലെ മറ്റൊരു ഫോഴ്സും കൂടെ ഉണ്ടാവും, രണ്ടാമത്തെ ചാർജിന്റെ മുകളിൽ ഒന്നാമത്തെ ചാർജ് കാരണം ഉണ്ടാവുന്ന ഫോഴ്സ് ഉണ്ടാവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഫോഴ്സ് ഈ ഡയറക്ഷനിലായിരിക്കും. ഇതെന്താണ്, F21 ആയിരിക്കും. അപ്പൊ F21 എന്താണ്, F21 ഫോഴ്സ് ഓൺ 2 ഡ്യൂ ടു 1. 2 ഡ്യൂ ടു 1. രണ്ടാമത്തെ ചാർജിന്റെ മുകളിൽ ഒന്നാമത്തെ ചാർജ് കാരണം ഫോഴ്സ്. സോ ഈ കാര്യം ഇവിടെ ഓർത്തിരിക്കണം. നമ്മൾ കൂളംസ് ലോ പറഞ്ഞു, രണ്ട് ചാർജുകൾക്കിടയിൽ ഫോഴ്സ് ഉണ്ടാവും. ആ ഫോഴ്സ് രണ്ട് തരത്തിലുണ്ട്, അല്ലെങ്കിൽ രണ്ട് ഫോഴ്സ് ആണ്. ഒന്നാമത്തെ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ ചാർജിന്റെ മുകളിൽ രണ്ടാമത്തെ ചാർജ് കാരണം ഉണ്ടാവുന്ന ഫോഴ്സ്, അത് ഈ ഡയറക്ഷനിലായിരിക്കും. പിന്നെ രണ്ടാമത്തെ ചാർജിന്റെ മുകളിൽ ഒന്നാമത്തെ ചാർജ് കാരണം ഉണ്ടാവുന്ന ഫോഴ്സ് ഈ ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഡയറക്ഷൻ വൈസ് മാത്രമേ ഡിഫറെന്റ് ആവുള്ളൂ, പക്ഷെ മാഗ്നിറ്റ്യൂഡ് വൈസ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, F12 മോഡ് ഈസ് ഈക്വൽ ടു F21 മോഡ് ഈസ് ഈക്വൽ ടു FE. FE എന്ന് പറഞ്ഞാൽ എന്താണ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. അതെന്താണ്, F12ന്റെയും F21ന്റെയും മോഡിന് ഈക്വൽ ആണ്. ഈ ഡയറക്ഷൻ പറയാതെ പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ പറയാൻ പറ്റും. ഓക്കെ ആണോ? ഇനി ഒരു കാര്യം കൂടെ എനിക്ക് അവിടെ പറയാനുള്ളത്, നമ്മുടെ കൂളംസ് ലോ ഇക്വേഷൻ FE is equal to 1/4πε0 അല്ലെങ്കിൽ എപ്സിലോൺ Q1 Q2 ഡിവൈഡഡ് ബൈ R സ്ക്വയർ എന്നാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ എപ്സിലോൺ എന്ന് പറഞ്ഞ പെർമിറ്റിവിറ്റി ആണ്. ഈ എപ്സിലോൺ എന്ന് പറഞ്ഞ സാധനം മീഡിയം ഡിപ്പെൻഡന്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ചാർജുകൾ നമ്മൾ വെള്ളത്തിൽ വെക്കാന്ന് വിചാരിച്ചോ, രണ്ട് ചാർജുകൾ നമ്മൾ എയറിൽ വെക്കാന്ന് വിചാരിച്ചോ, ആ രണ്ട് കേസിലും ഈ ഫോഴ്സ് ഡിഫറെന്റ് ആയിരിക്കും. വിച്ച് മീൻസ് ഈ ഫോഴ്സിനെ ആ മീഡിയം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അത് പറയുന്ന സാധനമാണ് എന്ത്, ഈ എപ്സിലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, എപ്സിലോൺ ഈസ് പ്രൊപ്പോർഷണൽ ടു, അല്ലെങ്കിൽ F ഈസ് പ്രൊപ്പോർഷണൽ ടു 1/ε എഴുതാൻ പറ്റും. ഓക്കെ ആണോ? റെഡി അല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്സിലോൺ കൂടിയാൽ ഫോഴ്സ് കുറയും. അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, അപ്പം നമ്മൾ കൂളംസ് ലോ പറഞ്ഞു. കൂളംസ് ലോ പറഞ്ഞപ്പോൾ അവയ്ക്ക് രണ്ട് ചാർജുകൾക്കിടയിൽ ഉണ്ടാകുന്ന ഫോഴ്സിനെ കുറിച്ച് പറഞ്ഞു. ആ ഫോഴ്സ് ഒരു വെക്ടറാണ് അല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ കൂളംസ് ലോക്ക് ഒരു വെക്ടർ ഫോം വേണ്ടേ? കാരണം രണ്ട് ചാർജുകൾക്കിടയിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് അവിടെ എന്താണ്, ആ ഫോഴ്സ് എന്താവണം, ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണോ? പക്ഷെ നമ്മൾ എഴുതിയ F ഈസ് ഈക്വൽ ടു 1/4πε Q1 Q2 ബൈ R സ്ക്വയർ എന്ന ഇക്വേഷൻ ഒരു വെക്ടർ ഇക്വേഷൻ അല്ല. അപ്പോൾ നമ്മളതിന് എന്ത് ചെയ്യണം, വെക്ടർ ഇക്വേഷൻ ആക്കി മാറ്റണം. അപ്പോൾ നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ വെക്ടർ ഫോം ഓഫ് കൂളംസ് ലോ ആണ്. വെക്ടർ ഫോം ഓഫ് കൂളംസ് ലോ. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ നേരത്തെ ഉള്ള ഫിഗർ ഒന്നും കൂടെ വരയ്ക്കുകയാണ്. Q1 ചാർജ്, Q2 ചാർജ്,
ഇവയ്ക്കിടയിലുള്ള ഡിസ്റ്റൻസ് ആറാണെന്ന് വിചാരിച്ചോ. ഓക്കെ, ഇത് ഒന്നാമത്തെ ചാർജാണെന്ന് വിചാരിച്ചോ, ഇത് രണ്ടാമത്തെ ചാർജാണെന്ന് വിചാരിച്ചോ. അപ്പോൾ നിങ്ങൾക്കറിയാം ഒന്നാമത്തെ ചാർജ് കാരണം അല്ലെങ്കിൽ ഒന്നാമത്തെ ചാർജിന്റെ മുകളിൽ രണ്ടാമത്തെ ചാർജ് കാരണം ഫോഴ്സ് ഉണ്ടാവും. അത് F12 ആണ്, ഈ ഡയറക്ഷനിലാണ്. അപ്പോൾ രണ്ടാമത്തെ ചാർജിന്റെ മുകളിൽ ഒന്നാമത്തെ ചാർജ് കാരണം ഉണ്ടാകുന്ന ഫോഴ്സ് ഉണ്ടാവും. അതെന്താണ്? F21 ആണ്, ഈ ഡയറക്ഷനിലാണ്. രണ്ടും പോസിറ്റീവ് ആയതുകൊണ്ടാണ് റിപ്പൾസീവ്. അപ്പോൾ ഇതിനെ വെക്ടർ ഫോം ആക്കുന്ന സമയത്ത് നമ്മൾ F ഈസ് ഈക്വൽ ടു 1/4π അല്ലെങ്കിൽ K എന്ന് എഴുതാം. സിമ്പിൾ ആയിട്ട് എഴുതാം, K എന്ന് എഴുതാം തൽക്കാലം. K Q1 Q2 ഡിവൈഡഡ് ബൈ R² എന്നാണ് നമ്മൾ എഴുതാറ്. അപ്പോൾ ഇത് ജനറലൈസ് ചെയ്തിട്ടുള്ള മാഗ്നിറ്റ്യൂഡിന്റെ ഇക്വേഷൻ ആണ്. പക്ഷെ ഡയറക്ഷൻ വൈസ് എഴുതുന്ന സമയത്ത് രണ്ട് വെക്ടേഴ്സ് ഉണ്ട്, രണ്ട് ഫോഴ്സ് ഉണ്ട്. ഒന്ന് F12 ഉണ്ട്, F21 ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിനെ ഞാൻ F12 എന്നാക്കി കഴിഞ്ഞാൽ ഇത് വെക്ടറായി, ഡയറക്ഷൻ ഉണ്ടായി കൃത്യമായിട്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഡയറക്ഷൻ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇക്വേഷൻ എന്ത് മാറ്റാൻ കഴിയണം എന്നുള്ളത് അറിയണം. അപ്പൊ അതിനു മുമ്പേ നമ്മൾ കഴിഞ്ഞ +1 അകത്ത് പഠിച്ചിട്ടുണ്ട്. നമ്മളിപ്പോ എക്സ് എന്നൊരു സംഭവം ഉണ്ടെന്ന് വിചാരിച്ചു, എക്സ് ആക്സിസ് എടുക്കാന്ന് വിചാരിച്ചു. ആ എക്സ് ആക്സിസിന്റെ ഡയറക്ഷൻ പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? I cap എന്ന യൂണിറ്റ് വെക്ടറാണ് ഉപയോഗിക്കുക. അതേപോലെ തന്നെ y ആക്സിസിന്റെ ഡയറക്ഷൻ കാണാൻ നിങ്ങൾ J cap എന്ന യൂണിറ്റ് വെക്ടറാണ് ഉപയോഗിക്കുക. അതേപോലെ Z ഡയറക്ഷന്റെ ആക്സിസിന്റെ ഡയറക്ഷൻ കാണാൻ വേണ്ടിയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ K cap എന്ന യൂണിറ്റ് വെക്ടറാണ് ഉപയോഗിക്കുക. അപ്പോൾ ആദ്യം വെറുതെ എക്സ് എന്ന് എഴുതിയപ്പോൾ അത് വെക്ടർ അല്ലായിരുന്നു. പക്ഷെ I cap ചേർത്തപ്പോൾ കൃത്യമായിട്ട് എന്ത് വന്നു? ഡയറക്ഷൻ വന്നു. y എന്നുള്ളത് വെക്ടർ അല്ലായിരുന്നു, പക്ഷെ J cap ചേർത്തപ്പോൾ എന്തായി? ഡയറക്ഷനായി. അതുപോലെ തന്നെ K. അപ്പോൾ നമ്മളൊരു സംഭവത്തിനെ വെക്ടർ ആക്കണമെങ്കിൽ അതിൻ്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യണം? യൂണിറ്റ് വെക്ടർ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഇത് വെക്ടർ എഫ് എന്ന് പറഞ്ഞാൽ F12 എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഡയറക്ഷനായി. ആ ഡയറക്ഷനായിട്ടുള്ള ഫോഴ്സ് നമ്മൾ വ്യക്തമാക്കണമെങ്കിൽ ഇവിടെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഒരു യൂണിറ്റ് വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, മുകളിൽ നമ്മൾ ക്യാപിറ്റൽ സാധനത്തിനാണ് നമ്മൾ എന്താ പറയാ? യൂണിറ്റ് വെക്ടർ. അപ്പൊ എന്താണ് ആ യൂണിറ്റ് വെക്ടർ? അതാണ് നമുക്ക് അറിയേണ്ടത്. അതിനു മുമ്പേ ഞാൻ കുറച്ച് കാര്യങ്ങളും ഡീറ്റെയിലും കൂടെ പറയാം. സപ്പോസ് ഈ ചാർജ് ഇരിക്കുന്നത് R1 എന്ന പോയിന്റിലാന്ന് വിചാരിച്ചു, മറ്റേ ചാർജ് ഇരിക്കുന്നത് R2 എന്ന പോയിന്റിലാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ സഞ്ചരിക്കുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണെന്ന് കരുതുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ഡിസ്റ്റൻസിനെ എങ്ങനെ എഴുതുക? ഫൈനൽ മൈനസ് ഇനീഷ്യൽ എന്ന് വെച്ചാൽ അവസാനത്തത് മൈനസ് ആദ്യത്തത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതിനെങ്ങനെ എഴുതാൻ പറ്റും? R2, രണ്ടാമത്തെ R2 അല്ല, R2 മൈനസ് R1 എന്ന് എഴുതാം. കൃത്യമായി ഡയറക്ഷനായി. വേണമെങ്കിൽ എനിക്ക് വെക്ടർ ആയിട്ട് നോട്ടേറ്റ് ചെയ്യാം, കുഴപ്പമില്ല. ഇനി സപ്പോസ് ഇഫ് ഐ എം ഗോയിങ് ഇൻ ദിസ് ഡയറക്ഷൻ, ഈ ഡയറക്ഷനിലാണ് പോകുന്നതെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇവിടെ ഈ ഒരു ഡിസ്റ്റൻസിനെ കാണിക്കുക? സിമ്പിൾ ആണ്. ഫൈനൽ ഇതായി, ഇനീഷ്യൽ ഇതായി. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതുക? R1 മൈനസ് R2 ഇങ്ങനെയല്ലേ നമ്മൾ എഴുതുക? ക്ലിയർ അല്ലേ പറഞ്ഞത്? അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയും, ഈ F12 കൃത്യമായി ഡയറക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാണ് ഉപയോഗിക്കേണ്ടത്, ഇതാണ് ഉപയോഗിക്കേണ്ടത്. സിമ്പിൾ ആൻസർ ആണ്, ഇതാണ് ഉപയോഗിക്കുക. കാരണം ഇത് തന്നെയാണ് ഇതിന് ഡയറക്ഷൻ തരുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ യൂണിറ്റ് വെക്ടറിന് പകരം, ക്യാപിറ്റലുള്ള യൂണിറ്റ് വെക്ടറിന് പകരം നമ്മൾ ഇതാണ് എഴുതേണ്ടത്. നമ്മൾ എഴുതേണ്ടത് ഇങ്ങനെയാണ്, R1 മൈനസ് R2 വെക്ടർ. ഇപ്പൊ ഇതെന്തായി? ഒരു വെക്ടർ ഫോമായി. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. ഇത് നിങ്ങൾക്കറിയാം, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചിട്ടുണ്ട്, A cap ഈസ് ഈക്വൽ ടു വെക്ടർ A ഡിവൈഡഡ് ബൈ മോഡ് A ആണല്ലോ. അപ്പോൾ A capന് പകരം എന്താണ്? R1 മൈനസ് R2 ആണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, F12 ഈസ് ഈക്വൽ ടു K Q1 Q2 ഡിവൈഡഡ് ബൈ R². ഇതിനെ നമ്മൾ ഈ ഒരു ഫോമിലേക്ക് മാറ്റി എഴുതാം. അപ്പോൾ ഇങ്ങനെ എഴുതാം, R1 വെക്ടർ മൈനസ് R2 വെക്ടർ ഡിവൈഡഡ് ബൈ R1 മൈനസ് R2. ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ R1 മൈനസ് R2 ആണ്. വേണമെങ്കിൽ നമുക്ക് ഈ ആറിനെയും എന്ത് എഴുതാം? R1 മൈനസ് R2 എന്ന് എഴുതാം. അപ്പോൾ ഇത് R1 മൈനസ് മോഡാണിത്. അതേപോലെ ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? R1 മൈനസ് R2 എന്ന് എഴുതാൻ പറ്റും, മോഡ് സ്ക്വയർ. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ എഴുതാം? ഇത് R1 മൈനസ് R2 മോഡ് സ്ക്വയർ രണ്ടെണ്ണം ഉണ്ട്, ഇവിടെ ഒന്നുണ്ട്. അപ്പോൾ 1 ക്യൂബായി. അപ്പോൾ വെക്ടർ എന്തായി? F12 വെക്ടർ ഈസ് ഈക്വൽ ടു K Q1 Q2 ഡിവൈഡഡ് ബൈ R1 മൈനസ് R2 മോഡ് ക്യൂബ് R1 മൈനസ് R2 വെക്ടർ. ഇതാണ് എന്ത്? കൂളംസ് ലോന്റെ വെക്ടർ ഫോം F12. ഏത് ഫോഴ്സിന്റെ? ഈ ഫോഴ്സിന്റെ. ഇനി നിങ്ങൾ ഇതേപോലെ തന്നെ ഈ ഫോഴ്സിന്റെ വെക്ടർ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും കിട്ടുക. ജസ്റ്റ് ചെറിയൊരു വ്യത്യാസം ഉണ്ടാവുള്ളൂ. F21 ഈസ് ഈക്വൽ ടു, ഇതൊക്കെ അതുപോലെ ഉണ്ടാവും, K Q1 Q2 ഡിവൈഡഡ് ബൈ, പക്ഷെ ഇതെന്താവും?
റിവേഴ്സ് ആവും, വേറെ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതെന്താവും? റിവേഴ്സ് ആവും. കാരണം നമ്മൾ ഇങ്ങോട്ട് എടുക്കുന്ന സമയത്ത് ഈ ഡയറക്ഷനാണ് എടുക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും? കെ ക്യു വൺ ക്യു ടു ഡിവൈഡഡ് ബൈ R2 മൈനസ് R1. ഒരു വെക്ടർ ഉണ്ട് അവിടെ, R2 മൈനസ് R1 മോഡ് ക്യൂബ് R2 മൈനസ് R1 വെക്ടർ. ഇതാണ് എന്ത്? കൂളംബ്സ് ലോന്റെ വെക്ടർ ഫോം. ഇത്രേ ഉള്ളൂ ഇതിന്റെ ഐഡിയ. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ ഇനി എക്സാം പോയിന്റ് ഓഫ് വ്യൂവില് നമ്മൾ പിന്നെ വെക്ടർ ഫോം എഴുതുമ്പോൾ ഇത്രയും നമ്മൾ നേരത്തെ ചെയ്ത പോലെ അത്രയും എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ വെക്ടർ ഫോം ഓഫ് കൂളംബ്സ് ലോ എന്ന് എഴുതി എന്താണ് ചോദിച്ചാൽ നിങ്ങൾ ഇത്ര എഴുതിയാൽ മതി. അപ്പോൾ നമുക്കറിയാം ഇക്വേഷൻ എന്താണ്? F ഈസ് ഈക്വൽ ടു കെ Q1 Q2 ഡിവൈഡഡ് ബൈ R² ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഇതൊരു വെക്ടർ അല്ല. ഇപ്പോൾ വെക്ടർ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു യൂണിറ്റ് വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആ യൂണിറ്റ് വെക്ടർ ഞാൻ R ക്യാപ്പ് എന്ന് വിളിക്കുകയാണ്, സിമ്പിളായിട്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം R ക്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? R ക്യാപ്പ് ഈസ് ഈക്വൽ ടു വെക്ടർ R ഡിവൈഡഡ് ബൈ മോഡ് R. ഇതിന് വേണമെങ്കിൽ നമുക്ക് മോഡ് നേടാം. ഓക്കെ അല്ലേ? അപ്പോൾ F ഈസ് ഈക്വൽ ടു കെ Q1 Q2 ഡിവൈഡഡ് ബൈ മോഡ് R²ന്റെ മോഡ് എന്തെഴുതാം? ഇതെഴുതാം വെക്ടർ R ഡിവൈഡഡ് ബൈ മോഡ് R. അങ്ങനെ എഴുതാം. അപ്പം അങ്ങനെയാണെങ്കിൽ ഇത് ക്യൂബായി. അപ്പം എന്തായി? F ഈസ് ഈക്വൽ ടു വെക്ടറായി. F ഈസ് ഈക്വൽ ടു കെ Q1 Q2 ഡിവൈഡഡ് ബൈ ഇതെന്തായി? മോഡ് ക്യൂബായി, ക്യൂബിൻ്റെ മോഡായി ഇൻറ്റു വെക്ടർ R. ഇതാണ് നമ്മുടെ എന്ത്? എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എഴുതുന്നുണ്ട്. എക്സാം ഇവിടെ എഴുതിക്കാം, എക്സാം പോയിന്റ് ഓഫ് വ്യൂ. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഈ R എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നെങ്കിൽ R12 ആവാം, അല്ലെങ്കിൽ R21 ആവാം. മനസ്സിലായില്ലേ? അപ്പോൾ R12 ആണെങ്കിലും R21 ആണെങ്കിലും അപ്പോൾ നമുക്ക് ഈ ഫോഴ്സ് ആണോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ പറ്റും. ജനറലൈസ് ചെയ്തിട്ട് വെക്ടർ ഫോം നമ്മൾ എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതിയാൽ മതി. ഓക്കെ ആണോ? റെഡി അല്ലേ? ഈ ടോപ്പിക്കും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ലിമിറ്റേഷൻസ് ഓഫ് കൂളംബ്സ് ലോ. കൂളംബ്സ് ലോ എല്ലായിടങ്ങളിലൊന്നും വേണ്ടല്ല. അപ്പോൾ ആ ലിമിറ്റേഷൻസ് എന്താണെന്നുള്ളത് നോക്കണം. ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്, ചിലപ്പം 2 മാർക്കിൻ്റെ സെഷനിലൊക്കെ ചോദിക്കാറുണ്ട്. ലിമിറ്റേഷൻസ് ഓഫ് കൂളംബ്സ് ലോ എന്താണെന്നുള്ളത്. ഒന്നാമത്തെ ലിമിറ്റേഷൻ എന്താണ്? വാലിഡ് ഓൺലി ഫോർ പോയിന്റ് ചാർജസ്, നോട്ട് വാലിഡ് ഫോർ എക്സ്റ്റെൻഡഡ് ചാർജസ്. പോയിന്റ് ചാർജുകൾക്ക് മാത്രമേ വാലിഡ് ആവുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഓരോ Q1 Q2 അതൊക്കെ പോയിന്റ് ചാർജസ് ആണ്. പോയിന്റ് ചാർജസിന് മാത്രമേ എന്താവുള്ളൂ? വാലിഡ് ആവുള്ളൂ. എക്സ്റ്റെൻഡഡ് ചാർജിന് എന്തല്ല? വാലിഡ് അല്ല. എന്താണ് എക്സ്റ്റെൻഡഡ് ചാർജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇപ്പോൾ സിമ്പിളായിട്ട് പറയാം, ഇപ്പോൾ ഇതൊരു വയറാണെന്ന് വിചാരിച്ചോ. ഈ വയറിന് ഞാൻ ചാർജ് ചെയ്തു. അപ്പോൾ ചാർജ് ചെയ്ത് ഇതിനകത്ത് ഒരുപാട് ചാർജസ് ഉണ്ടാവും. അതാണ് എക്സ്റ്റെൻഡഡ് ചാർജസ്. ഇവിടെ വരച്ച പോലെ ഇങ്ങനൊരു സിസ്റ്റം എടുക്കുകയാണെങ്കിൽ ഇതിൽ കൂളംബ്സ് ലോ വാലിഡ് അല്ല. അതേപോലെ ഷെല്ല് തന്നെ ഉള്ളിൽ ഹോളോ ആയിട്ടുള്ളൊരു സാധനം. അപ്പോൾ അതിന് നമ്മൾ ചാർജ് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾക്ക് എന്താണ്? എക്സ്റ്റെൻഡഡ് ചാർജസ് എന്ന് പറയാം. ഇതിലും എന്ത് വാലിഡ് അല്ല? കൂളംബ്സ് ലോ വാലിഡ് അല്ല. അപ്പോൾ എക്സ്റ്റെൻഡഡ് ചാർജിന് കൂളംബ്സ് ലോ വാലിഡ് അല്ല, പോയിന്റ് ചാർജുകൾക്ക് മാത്രമേ വാലിഡ് ആവുള്ളൂ. ഇനി അടുത്ത് നോക്കൂ, അപ്ലൈസ് ഓൺ ചാർജസ് അറ്റ് റെസ്റ്റ്. റെസ്റ്റിലിരിക്കുന്ന ചാർജുകൾക്ക് മാത്രമേ കൂളംബ്സ് ലോ വാലിഡ് ആവുള്ളൂ. ചാർജ് എങ്ങാനും മൂവ് ചെയ്ത് കഴിഞ്ഞാൽ കൂളംബ്സ് ലോ വാലിഡ് അല്ല. ഓക്കെ ആണോ? അതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് ഡിപ്പെൻഡ്സ് ഓൺ മീഡിയം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എപ്സിലോൺ ഓരോ മീഡിയത്തിനും ഓരോ പോലെയാണ്. അപ്പോൾ നമുക്ക് യൂണിവേഴ്സൽ ലോ ആയിട്ടൊന്നും എന്തിനെ പറയാൻ പറ്റില്ല? കൂളംബ്സ് ലോനെ പറയാൻ പറ്റില്ല. അപ്പോൾ അതാണെന്ത്? മൂന്നാമത്തെ പോയിന്റ്. ലാസ്റ്റ് പോയിന്റ്, നോട്ട് വാലിഡ് ഫോർ അല്ലെങ്കിൽ നോട്ട് വാലിഡ് അറ്റ് അറ്റോമിക് സ്കെയിൽസ്. എന്ന് വെച്ചാൽ നമ്മൾ സ്മോൾ ഡിസ്റ്റൻസസ്, നമ്മൾ ആറ്റത്തിൻ്റെ കേസൊക്കെ എടുക്കുകയാണെങ്കിൽ വളരെ ചെറുതല്ലേ, അവയ്ക്കിടയിലുള്ള ഡിസ്റ്റൻസും വളരെ ചെറുതാണ്. അങ്ങനെ വളരെ ചെറുതായിട്ട് ഡിസ്റ്റൻസ് ഉള്ള ആ ഒരു സംഭവം എടുക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് എന്ത് വാല്യൂ അല്ല, കാരണം ആറിൻ്റെ വാല്യൂ വളരെ ചെറുതാവും. അപ്പോൾ നമ്മൾ പറയുന്ന പോലെ ഒന്നും കാര്യങ്ങൾ വർക്കൗട്ട് ആവില്ല. അപ്പോൾ അതാണ് എന്ത്? ഈ 4 ലിമിറ്റേഷൻസ്. ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. എക്സാമിന് ചിലപ്പം ചോദിക്കാം. അത്രയും ഭാഗ്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ എന്താവും? ചോദിക്കാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ ക്ലാസ് ഈ ഒരു കാര്യത്തോടു കൂടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ടാറ്റ.